am Karthik. Today we are discussing mock test 12. First question number 3. അപ്പോൾ ഇന്നത്തെ ഡയഗ്രത്തിൽ ഈ തീറ്റയുടെ വാല്യൂ താൻ കേട്ടിരിക്കും. ഓക്കെ, therefore the system is in equilibrium. Equilibrium means no acceleration, it is at a rest only. Therefore if you consider the free body diagram, ഇത് ഒരു സ്ട്രിങ്, ഇത് വേറൊരു സ്ട്രിങ്, രണ്ട് സ്ട്രിങ്ങും സിമ്മട്രിക്കലാണ് കൊടുത്തിരിക്കുക, ഒരേ മാസം. ഇവിടെ ടെൻഷൻ, ഇവിടെയും ടെൻഷൻ സെയിം താ, ഒരേ മാസം കൊടുത്തിരിക്കുക. അപ്പോൾ ഇതിലെ ടി, ഇതിലെ ടി. അപ്പോൾ ഈ ആംഗിളും എന്ത് വരും? ഈ ആംഗിളും തീറ്റ താൻ വരും. therefore ഈ ബോഡി ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ഈസി ആയിട്ട് വി ക്യാൻ സോൾവ്. therefore this is the diagram, this is theta, this is theta, here tension, ഇവിടെ ടി, இந்த വയറിലും ടി താ, ഇതും ടി താ. ഇപ്പോൾ now ഈ √2m മാസമുള്ള ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ടെൻഷൻ ഇപ്പിടി വെയിറ്റ് √2 mg കീഴേക്ക്. അപ്പോൾ இந்த ടെൻഷൻ്റെ കമ്പോണൻസ് എടുക്കുമ്പോൾ t cos theta and this one t cos theta, 2t cos theta balances the weight, 2t cos theta balances √2 mg. ഓക്കെ, ഇനി ആ സ്മോൾ മാസ് എമ്മിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ അതും റെസ്റ്റിലാണ്. അപ്പോൾ അതിൽ ടെൻഷൻ ബാലൻസസ് ഇറ്റ്സ് വെയിറ്റ്, t = mg. അപ്പോൾ ഇവിടെ ഈ ടിക്ക് ബദലായിട്ട്, ഇവിടുത്തെ இந்த ടിക്ക് ബദലായിട്ട് mg സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணும்போது 2 mg cos theta = √2 mg. mg കട്ടാകും, cos theta = 1/√2 എന്ന് വരും. therefore theta is equal to 45 degree. It's a very simple question. If you draw the free body diagram, you can easily answer. Now question number 4. A particle starting from rest. Rest means initial velocity u = 0 and it is falls from a height. അപ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് that is equal to small g. അപ്പോൾ now its displacement in 3 successive half second intervals, s1, s2, s3. What is the ratio? Now you can apply the Galileo's ratio concept. അപ്പോൾ Galileo's ratio എപ്പടി അപ്ലൈ பண்ணுം? What are the conditions? Initial velocity 0 ആയിരിക്കണം. The body should always start from rest and the body should travel in a straight line. മൂന്നാമത്തെ കണ്ടീഷൻ, the acceleration should be constant. ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ കവർ பண்ணுന്ന ഡിസ്പ്ലേസ്മെൻറ്റുകളുടെ റേഷ്യോ, ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ദ ബോഡി കവേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് s1, s2, s3. ദേ വിൽ ബി ഇൻ ദ ഓഡ് നമ്പർ റേഷ്യോ, 1:3:5:7 அந்த மாதிரியே പോകും. അപ്പോൾ ഇവിടെ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം എന്ന് ചൊല്ലിയാൽ ഇവിടെ ഏത് വരും? ഹാഫ് സെക്കൻഡാണ് ഈക്വൽ ഇൻ്റർവൽ. ഇപ്പോൾ 10 സെക്കൻഡ് ഈക്വൽ ഇൻ്റർവൽ എടുത്താൽ നോ പ്രോബ്ലം, 5 സെക്കൻഡ് ഈക്വൽ ഇൻ്റർവൽ എടുത്താൽ നോ പ്രോബ്ലം. അപ്പോൾ ഹാഫ് സെക്കൻഡ് ഇൻ്റർവെല്ലിൽ ഈക്വൽ ഇൻ്റർവെൽസിൽ കവർ பண்ணுന്നത് ഇപ്പോൾ അതും 1:3:5 ആ റേഷ്യോയിൽ தான் വരും സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, നൗ ക്വസ്റ്റ് നമ്പർ 8. ഒരു ക്ലോസ്ഡ് കണ്ടക്ടിങ് ലൂപ്പ് കൊടുത്തിരിക്കും. അപ്പോൾ അതുമായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് பண்ணியிருக்கு. ആ ഫ്ലക്സ് ചേഞ്ച് ആകുത്. അപ്പോൾ കണ്ടിപ്പോൾ അതിനകത്ത് EMF ഡെവലപ്പ് ആകും. അപ്പോൾ ആ EMF = V വോൾട്ട്. Now what is the work done in taking a charge q coulomb once along the loop എന്നാണ്. അതായത് ഇപ്പോൾ ഈ ലൂപ്പിലെ ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഈ ലൂപ്പിലൂടെ ഐ ആം ടേക്കിംഗ് എ ചാർജ് ഫ്രം ഹിയർ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ദ റീച്ച് പണത്. അപ്പോൾ ഇവിടെ എന്താണ് വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രിക് ഫോഴ്സ് ആണ്. വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രിക് ഫോഴ്സ് ഈസ് വാട്ട്? EMF അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ക്യൂ എടുത്താൽ പോതും. അപ്പോൾ VQ ആയിരിക്കും അതിൻ്റെ വർക്ക് ഡൺ. therefore it work done will be QV. ബട്ട് ഇവിടെ കൊഞ്ചം വ്യത്യാസം ഇരിക്കും. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ ഒരു ക്ലോസ്ഡ് പാത്തിൽ ഇലക്ട്രിക് ഫീൽഡ് പണുന്ന വർക്ക് 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പണുന്ന വർക്ക് ഇൻ്റഗ്രൽ E.dl എന്നാണ്. ഇൻ്റഗ്രൽ E.dl will be 0 for electrostatic field because electrostatic field is conservative. But in the case of induced electric field, they are not conservative. അതൊരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്, റിമെമ്പർ ദാറ്റ്. Therefore in the case of induced electric field, it is not conservative. Therefore closed line integral E.dl will be always VQ. Closed line integral electrostatic field ആകുമ്പോൾ closed line integral will be 0 because it is conservative field. അപ്പോൾ induced electric field എപ്പോഴും എന്ത് വരാം? ക്ലോസ്ഡ് ലൈൻസും വരാം. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചേക്കുന്നത് എന്താണ്? they are straight lines originating from positive charge terminating on negative charge or they are going to infinity എന്നാണ് പഠിച്ചിരിക്കുന്നത്. ബട്ട് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിന് இந்த மாதிரி ക്ലോസ്ഡ് ലൂപ്പുകളും പോസിബിൾ ആണ്. ഓക്കെ, നോ ക്വസ്റ്റ് നമ്പർ 10. ഒരു 2 കിലോഗ്രാം മാസ് ഒരു ഹൊറിസോണ്ടൽ സർക്കിളിൽ ഒരു സ്ട്രിങ് യൂസ് பண்ணி இப்படி சுற்றிட்டிருக்கு. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒമേഗ അല്ലെങ്കിൽ അതിൻ്റെ RPM റെവല്യൂഷൻസ് പെർ മിനിറ്റ് എவ்வளோആണ്? 5 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. കീപ്പിംഗ് ദ റേഡിയസ് കോൺസ്റ്റൻറ്റ്, ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഈസ് ഡബിൾഡ്. വാട്ട് ഈസ് ദ ന്യൂ സ്പീഡ്? ആക്ച്വലി ഇവിടെ ടെൻഷനാണ് തേവയായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് பண்ணுന്നത്. ടെൻഷൻ പ്രൊവൈഡ്സ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് പ്രസൻറ്റ് ആംഗുലാർ സ്പീഡ് ഈസ് 5 റെവല്യൂഷൻസ് പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ இந்த സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എപ്പോഴും എഴുതാം? mv²/r, mv²/r or mr⍵² എന്ന് we can write. Therefore mass of the body constant, r remains constant. Therefore tension
ഈക്വൽ ടു അല്ലെങ്കിൽ ടെൻഷൻ ഡിപ്പെൻസ് ഓൺ ദി സ്പീഡ് ഒള്ളി ഓർ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിപ്പെൻസ് ഓൺ ദി സ്പീഡ് ഒള്ളി. ഇപ്പോൾ ഫസ്റ്റ് സ്പീഡ് ω1, അപ്പോൾ ടെൻഷൻ mr ω1 സ്ക്വയർ. സെക്കൻഡ് സ്പീഡ് ω2, ദെൻ ടെൻഷൻ mr ω2 സ്ക്വയർ. R constant, mass constant. Therefore, I can write T1 by T2 equal to ω1 by ω2 whole square. And tension doubles എന്നാണ്. അപ്പോൾ ഇനിഷ്യൽ ടെൻഷൻ T എടുത്തു, ഫൈനൽ ടെൻഷൻ 2T. റേഷ്യോ എടുക്കുമ്പോൾ ω2 ഈക്വൽ ടു √2 × 5 എന്ന് വരും. 7 RPM.